ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണെന്നും സിമെട്രിക് മെട്രിക്സ് എന്താണെന്നും പഠിക്കാം. ഇത് നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന പോർഷനാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു മെട്രിക്സ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണെന്ന് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഈ ഒരു മെട്രിക്സ് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ആയിട്ട് എ സിമെട്രിക്, ബി സ്ക്യൂ സിമെട്രിക്, സി സ്കേലാർ, ഡി ഡയഗണൽ. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ഈ ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്ന് അറിയണം അല്ലേ. സിമെട്രിക് മെട്രിക്സ് എന്താണ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണ് എന്നൊക്കെ അറിഞ്ഞാലേ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്നും എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നും ജസ്റ്റ് ഒന്ന് പറയാം. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് കിട്ടിയാൽ അത് സിമെട്രിക് മെട്രിക്സ് ആണ്. അതിന് പകരം എ ട്രാൻസ്പോസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ക്യൂ സിമെട്രിക്കും ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ട്രാൻസ്പോസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 1 2 3 4 5 6 7 8 9. ഇതിന്റെ ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ റോസ് കോളം ആക്കുക, കോളം റോസ് ആക്കുക. ഇത് നമ്മൾ അതാണ് നമ്മുടെ ഈ ട്രാൻസ്പോസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വൺ ടു ത്രീ 5 6 7 8 9 ഇതാണ് ട്രാൻസ്പോസ്. അതായത് ഈ 1 2 3 എന്നുള്ള റോ ഇപ്പൊ ഇത് കോളമായി 4 5 6 കോളം 7 8 9 ഉണ്ടോ. അപ്പൊ നമുക്കിത് എ ആണെങ്കിൽ ഇത് എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഇതാണ് ട്രാൻസ്പോസ്. അപ്പൊ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ട്രാൻസ്പോസും ഫസ്റ്റ് കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കാം. ഇതിന്റെ ട്രാൻസ്പോസ് എന്താണ്? 0h മൈനസ് ജി റോ കോളമായി മൈനസ് h 0f ജി മൈനസ് എഫ് 0. ഇതാണ് എ ട്രാൻസ്പോസ്. ഇത് എ ആണെങ്കിൽ ഇത് എ ട്രാൻസ്പോസ് ആണ്. ഓക്കെ, അപ്പം ഇത് രണ്ട് സെയിം ആണോ? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണോ? അല്ല. സോ ഇത് സിമെട്രിക് മെട്രിക്സ് അല്ല. ഇനി അടുത്ത് ഇത് സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് അറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ എ മെട്രിക്സിന്റെ നെഗറ്റീവ് എടുക്കണം. അപ്പൊ മൈനസ് എ ഈക്വൽ ടു മൈനസ് ഓഫ് എ എന്താണ്? 0h മൈനസ് ജി മൈനസ് h 0f ജി മൈനസ് എഫ് 0. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് 0. ഇതിന്റെ നെഗറ്റീവ് ഉള്ളിൽ പോകുമ്പോൾ 0 മൈനസ് h ജി h 0 മൈനസ് എഫ് മൈനസ് ജി എഫ് 0. അപ്പൊ ഇനി നോക്കുക എ ട്രാൻസ്പോസും എയും ഈക്വൽ ആണോ എന്നുള്ളത് നോക്കുക. ഇതാണ് മൈനസ് എ 0 മൈനസ് h ജി h 0 മൈനസ് എഫ് മൈനസ് ജി എഫ് 0. ഈ സെയിം ആണ് എ ട്രാൻസ്പോസും. കണ്ടോ? 0 മൈനസ് h ജി 0 മൈനസ് h ജി h 0 മൈനസ് എഫ് മൈനസ് ജി എഫ് 0. സോ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ എന്ന് പറയുന്നത്
കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇതെന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ സ്ക്യൂ സിമെട്രിക് എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് ബി ഈക്വൽ ടു ഒരു മെട്രിക്സ് 2 3 6 3 4 5 6 5 9. അപ്പൊ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ബി ട്രാൻസ്പോസ് റോസ് കോളം ആക്കുക, അത്രേ ഉള്ളൂ. ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി എന്ന് കിട്ടിയില്ലേ? സോ ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. സെയിം അല്ല, ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി. സോ ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ സ്ക്യൂ സിമെട്രിക്കിന്റെയും എക്സാമ്പിൾ ആണ്. അപ്പം സിമെട്രിക് മെട്രിക്സ് എന്താണെന്നും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ കൊടുത്താൽ മതി. താങ്ക് യു.